കഴിഞ്ഞ സർക്കാരിൻ്റെ കൈ പൊള്ളിയ CPI CPM തമ്മിൽ വലിയ വിവാദം നടന്ന തർക്കം നടന്ന തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പുന്നപ്രയിലും വയലാറിലും പിന്നെ രക്തസാക്ഷി ദിവസത്തിലും പിന്നെ ദിനാചരണ ദിവസത്തിലും വലിയ ബഹളമുണ്ടായ വല്ലാതെ ഉപദ്രവമുണ്ടായ ഒരു കാര്യമാണ് PM ശ്രീ പദ്ധതി. എന്നാൽ PM ശ്രീ പദ്ധതി ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഒപ്പിടണോ വേണ്ടേ എന്നുള്ളത് UDF തീരുമാനിക്കും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് LDFിൻ്റെ കമ്മിറ്റിയിൽ കൊണ്ട് തീരുമാനിക്കാതെ, CPMൻ്റെ സെക്രട്ടേറിയറ്റിലോ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലോ തീരുമാനിക്കാതെ ഡോക്ടർ രതീഷ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്ന ഡോക്ടർ രതീഷ് എന്ന് പറയുന്ന വ്യക്തി തയ്യാറാക്കിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ സെക്രട്ടറി പോയി ഡൽഹിയിൽ പോയി ഒപ്പുവെച്ചു. ഒപ്പ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ശിവൻകുട്ടി പോലും മനസ്സിലാക്കുന്നത്. അതായത് ശിവൻകുട്ടിയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു. അന്നത്തെ പൊതു എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ്റെ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി അറിഞ്ഞിട്ടാണോ അതോ പോയിട്ട് അറിഞ്ഞതാണോ, എന്തായാലും ഒപ്പ് വച്ചു. CMൻ്റെ ഓഫീസിലുള്ള ഡയറക്ഷൻ പ്രകാരം അത് ഒപ്പുവെച്ചു. ഇത് ക്യാബിനറ്റിലേക്ക് പോയില്ല എന്ന് വിചാരിച്ച് വളരെ വലിയ വിഷയമായി അവസാനം അത് LDFിലേക്ക് ചർച്ചയ്ക്ക് വന്നു. വലിയ വിവാദമായി. അതുകൊണ്ട് തന്നെ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി ഇത് കൊണ്ടുവരും. പ്രത്യേക കുറിപ്പ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായിട്ടുണ്ട്. പദ്ധതിയുടെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പായിരിക്കും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുക. അതിനുശേഷം വിഷയം നയപരമായൊരു വിഷയമായതിനാൽ അത് UDFിന് വിടാനാണ് സാധ്യത. UDF ചർച്ച ചെയ്ത ശേഷം വീണ്ടും മന്ത്രിസഭയിൽ കൊണ്ടുവരും. വിഷയത്തിൽ തീരുമാനം വൈകിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിലപാട് അറിയിച്ചതോടെയാണ് മന്ത്രിസഭ പരിഗണിക്കുന്നത്. 2025 ഒക്ടോബർ 16 പദ്ധതിക്കുള്ള ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പിട്ടിരുന്നു. അന്ന് ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നത്. B ശിവൻകുട്ടിയാണ് മന്ത്രി. രതീഷ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഓഫീസിലെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവാണ് ഇതിന് മുൻകൈയെടുത്തത്. ഇതിന് പിന്നാലെ സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ച 25-24 ആദ്യ ഗഡുവായ 92.28 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ മന്ത്രിസഭയെ LDFിനെ അറിയിക്കാതെയാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. അത് വലിയ വിവാദമായി. ബിനോ വിശ്വമൊക്കെ മന്ത്രിസഭയിൽ നിന്ന് തന്നെ രാജനെയും പ്രസാദിനെയും GR അനിലിനെയും ഒക്കെ ചെഞ്ചുറാണിയും ഒക്കെ മന്ത്രിസഭയിൽ തന്നെ പിൻവലിക്കുമെന്ന് പറഞ്ഞ് ക്യാബിനറ്റിൽ പോകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ തർക്കം നടന്ന് അവസാനം രാവിലെ 10 മണിക്കുള്ള ക്യാബിനറ്റ് 3 മണിക്ക് മാറ്റിവെച്ചു. അങ്ങനെ പിന്നെ അവർ പങ്കെടുത്തു. എന്തായാലും വലിയ തർക്കം അന്നുണ്ടായി. മുന്നണിയിൽ മന്ത്രിസഭ CPI വലിയ പ്രതിഷേധം ഉയർത്തി. അവസാനം ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി വിഷയം പഠിക്കാൻ മന്ത്രിസഭ ഉപസമിതി വെച്ചു. അതുവരെ പത്രം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. എന്തായാലും കത്ത് 7 മാസത്തോളമായി ഇതുവരെ കത്തൊന്നും നൽകിയിട്ടില്ല. ഇതിനിടെ സംസ്ഥാനത്ത് ഭരണം മാറി തീരുമാനം വൈകുന്നതോടെ കരാറിൽ തുടർ നടപടികൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സമ്മർദ്ദവുമുണ്ട്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ നടപടി എന്നറിയാൻ. ധാരണാപത്രത്തിൽ കേരളത്തിൽ ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പിന്മാറാൻ കഴിയില്ല. ഇത് ബൈലാറ്ററൽ ആയിട്ടുള്ള രണ്ട് കൂട്ടരും തമ്മിലൊരു എഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ട് അത് പിന്മാറുന്ന കാര്യം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമേ കരാറിൽ നിന്ന് പിന്മാറാനോ ഭാഗികമായി ഭേദഗതി വരുത്താനോ കഴിയുകയുള്ളൂ എന്നാണ് ധാരണാപത്രത്തിൽ വ്യവസ്ഥയുണ്ട്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പരസ്പര സമ്മതത്തോടെ കരാറിൽ ഭേദഗതി വരുത്താനും വ്യവസ്ഥ പറയുന്നുണ്ട്. കരാർ സംബന്ധിച്ച നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ വല്ലാത്ത രീതിയിൽ കൈ പൊള്ളിയ വലിയ വിവാദമായ തർക്കമായ വിഷയമാണ് PM ശ്രീ. പക്ഷേ ഇപ്രാവശ്യം അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാനാണ് VD സതീശൻ തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനും VD സതീശനുമൊക്കെ വളരെ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് UDFിൽ കൊണ്ടുവച്ച് UDFിൻ്റെ തീരുമാനം കൂടെ എടുത്ത് അത് പൊതുജനങ്ങളെ അറിയിച്ച് അതിനുശേഷമായിരിക്കും PM ശ്രീ പദ്ധതി വാങ്ങണോ വേണ്ടയോ എന്നുള്ള തീരുമാനമുണ്ടാവുക. പക്ഷേ എന്തായാലും വാങ്ങാനാണ് കൂടുതൽ സാധ്യത എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അപ്പോഴും MSFും KSU പോലുള്ള സംഘടനകളൊക്കെ ഇതിനകത്ത് ഒരു എതിർപ്പ് ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന ചില പ്രവർത്തികൾ വേണ്ടി വരും. CMനായാലും മുഖ്യമന്ത്രിക്കായാലും വിദ്യാഭ്യാസ മന്ത്രിക്കായാലും. എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം.